US വിസ നേടാൻ തട്ടിപ്പ് നടത്തുന്നത് ഗുരുതര കുറ്റകൃത്യമായാണ് അമേരിക്കൻ ഭരണകൂടം കണക്കാക്കുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം വിസ തട്ടിപ്പ് സംഭവങ്ങൾ കണ്ടെത്താനായി വ്യാപക പരിശോധന നടന്നു വരികയാണ്. ഇത്തരത്തിൽ ഒരു വിസ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ ഇന്ത്യക്കാരന് 20 മാസവും 8 ദിവസവും തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് US കോടതി. ന്യൂയോർക്ക് സ്വദേശിയായ 38-കാരൻ റാംഭായ് പട്ടേലാണ് പ്രതി. തടവ് ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം 2 വർഷം ഇയാൾ US-ൽ തുടരണം. ഈ സമയം ഇയാൾ നിയമപാലകരുടെ നിരീക്ഷണത്തിലായിരിക്കും. തടവിന് പുറമെ $8,50,000 പിഴയും ശിക്ഷ വിധിച്ചു. ശിക്ഷാ കാലാവധിക്ക് ശേഷം പട്ടേലിനെ നാടുകടത്തും. റാംഭായ് പട്ടേൽ പ്രതിയായ കേസ് ഇങ്ങനെയാണ്. 2023 മാർച്ച് മുതൽ റാംഭായ് പട്ടേലും കൂട്ടാളിയായ ബൽവീന്ദർ സിംഗും ചേർന്ന് US-ലുടനീളമുള്ള 18 കടകളിലും ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റുകളിലും കവർച്ചകൾ ആസൂത്രണം ചെയ്തു. മസാച്യുസെറ്റ്സിലെ ഭൂരിഭാഗം കടകളിലായിരുന്നു കവർച്ച. കടയുടമകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കുന്ന രീതിയായിരുന്നു ഇവർ സ്വീകരിച്ചത്. എന്നാൽ ചില കടയുടമകളും ഇവരുമായി ചേർന്ന് ആ കവർച്ച ആസൂത്രണം ചെയ്തു. കവർച്ചകൾക്ക് ഇരയായെന്ന് അവകാശപ്പെട്ട് US നൽകുന്ന U വിസ നേടുകയായിരുന്നു ഈ കടയുടമകളുടെ ലക്ഷ്യം. ഒരു പ്രത്യേകതരം കുറ്റകൃത്യത്തിന് ഇരയായവർക്ക് ലഭിക്കുന്നതാണ് U വിസ. ശാരീരികമായോ മാനസികമായോ ദുരിതങ്ങൾ അനുഭവിച്ചവർക്കും കുറ്റകൃത്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നവർക്കും ഈ വിസയ്ക്ക് അപേക്ഷിക്കാം. കവർച്ചക്കാർ കടയുടമകളെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി പണം കവർന്നു. കവർച്ചക്കാർ പോയ ശേഷം കടയുടമകൾ പോലീസിനെ വിളിച്ച് തങ്ങൾ കവർച്ചയ്ക്ക് ഇരയായെന്ന് വ്യക്തമാക്കി CCTV ദൃശ്യങ്ങൾ സഹിതം പോലീസിന് കൈമാറി. പല കടയുടമകളും ഈ തട്ടിപ്പിൽ പങ്കാളികളാകാൻ റാംഭായ് പട്ടേലിന് പണം നൽകി. ഈ തട്ടിപ്പിലൂടെ റാംഭായ് പട്ടേൽ ഏകദേശം $8,50,000 സമ്പാദിച്ചു. കുറഞ്ഞത് 2 വ്യാജ ഇരകളെങ്കിലും ഈ കവർച്ചയുടെ പേരിൽ U വിസയ്ക്ക് അപേക്ഷിച്ചു. കവർച്ചയ്ക്കിടെ കടയിൽ തോക്കുമായി എത്തുന്ന കവർച്ചക്കാരൻ ജീവനക്കാരെയും ഉടമകളെയും ഭീഷണിപ്പെടുത്തി പണം കവർന്ന് രക്ഷപ്പെടുന്നതും CCTVയിൽ പതിഞ്ഞിരുന്നു. കവർച്ചക്കാരൻ പോയതിനു ശേഷം 5 അതിലധികമോ മിനിറ്റ് കഴിഞ്ഞാണ് കടയുടമകൾ പോലീസിനെ വിളിച്ചിരുന്നത്. ഇതാണ് സംശയത്തിന് ഇടയാക്കിയതും അന്വേഷണം റാംഭായ് പട്ടേലിലേക്ക് എത്തിയതും. ഈ വർഷം മെയ് മാസം റാംഭായ് പട്ടേൽ വിസ തട്ടിപ്പ് ഗൂഢാലോചനയിൽ കുറ്റക്കാരനാണെന്ന് സമ്മതിച്ചിരുന്നു. ബോസ്റ്റണിലെ ഫെഡറൽ കോടതിയാണ് പ്രതിക്കെതിരെ ശിക്ഷ വിധിച്ചത്. എന്താണ് U വിസ എന്നുകൂടി നോക്കാം. അമേരിക്കയിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവരെ സംരക്ഷിക്കാനായി അവതരിപ്പിച്ച കുടിയേറ്റതര വിസയാണ് U വിസ. ശാരീരികമോ മാനസികമോ ആയ ദുരിതങ്ങൾ അനുഭവിച്ചവർക്കും കുറ്റകൃത്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ സഹായിക്കാൻ തയ്യാറുള്ളവർക്കും ഈ വിസ ലഭിക്കും. രേഖകളില്ലാത്ത ഇരകൾക്ക് നാടുകടത്തപ്പെടുമെന്ന ഭയം കൂടാതെ മുന്നോട്ട് വരാനും അതുവഴി പൊതുസുരക്ഷ ശക്തിപ്പെടുത്താനും ഇത് സഹായിക്കുന്നു. അപേക്ഷിക്കുന്ന വ്യക്തി ഗാർഹിക പീഡനം, ലൈംഗികാതിക്രമം, മനുഷ്യക്കടത്ത്, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ പ്രത്യേക വിഭാഗത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് ഇരയായിരിക്കണം. കൂടാതെ അധികാരികൾക്ക് സഹായകരമായ വിവരങ്ങൾ നൽകണം. U വിസ ലഭിക്കുന്ന വ്യക്തിക്ക് 4 വർഷം വരെ അമേരിക്കയിൽ താമസിക്കാം. അവർക്ക് ജോലി ചെയ്യാനും അനുമതി ലഭിക്കും. 3 വർഷത്തിന് ശേഷം ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാനും സാധിക്കും. ഭാര്യ, കുട്ടികൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ എന്നിവർക്കും ഈ വിസയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കും.